നമുക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റിപ്പോർട്ടർ ടിവിയോട് ഉത്തരം പറയാൻ ആഗ്രഹിക്കില്ല. ഇനി നമ്മുടെ ചോദ്യവും ഉത്തരവും കോടതിയിൽ കാണാം. നമുക്ക് വേറെ ആർക്കെങ്കിലും എന്ന് ചോദിക്കാനുണ്ടോ? താങ്കൾക്കെതിരെ കേസില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇഡി കേസ് എടുത്തില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. ഇഡി കേസ് എടുത്തില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. വീണ്ടും ചോദിക്കുകയാണ്, ഇഡി കേസ് എടുത്തില്ല എന്ന് തന്നെയാണോ താങ്കൾ? നിങ്ങളുടെ 16 പേർക്ക് ഇത് ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കാൻ നിങ്ങൾ പോയിട്ട്. ഒരു കമ്പനിയുടെ ഉടമ മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ടത്. എന്താണ് ചോദിച്ചത്? കിറ്റക്സ് മുതലാളി സാബു ജേക്കബിന്റെ പുതിയ മുദ്രാവാക്യം പുറത്തു വന്നിട്ടുണ്ട്. പൂട്ടിക്കും പൂട്ടിക്കും, റിപ്പോർട്ടർ TV പൂട്ടിക്കും. ഇതാണ് പുതിയ മുദ്രാവാക്യം. മാധ്യമ സമ്മേളനം നടത്തിയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVക്ക് നോട്ടീസ് അയക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ്. ഇനി ആഭ്യന്തര മന്ത്രാലയം നടപടി എടുത്തുകൊള്ളും. ലൈസൻസ് ഇല്ലാതെയാണ് റിപ്പോർട്ടർ TV പ്രവർത്തിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ലൈസൻസ് ഇല്ലാതെ ഒരു സാറ്റലൈറ്റ് ന്യൂസ് ചാനലിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളാണോ സാബു ജേക്കബ് എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് കേൾക്കാം. അപ്പൊ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ളവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിലയ്ക്ക് നിർത്തണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒട്ടനവധി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതെല്ലാം ശേഖരിച്ച് അതിന്റെ ആദ്യ പടിയായിട്ട് ഇവർക്ക് നോട്ടീസ് ഞങ്ങൾ കൊടുക്കുകയാണ്. ഈ നോട്ടീസ് എന്ന് പറയുന്നത് ഇവര് ഏതാണ്ട് 16 പേരുണ്ട്. 16 ആളുകൾക്കാണ് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നത്. ആന്റോ അഗസ്റ്റിൻ അടക്കം, KJ ജോസ് മാനേജിംഗ് ഡയറക്ടർ, ആന്റോ അഗസ്റ്റിനെ മാനേജിംഗ് എഡിറ്ററായിട്ടാണ് കാണുന്നത്, മെൽബി ജോസ് ഡയറക്ടർ, റോജി അഗസ്റ്റിൻ ചെയർമാൻ, ജോസ് അഗസ്റ്റിൻ വൈസ് ചെയർമാൻ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ, നികേഷ് കുമാർ മാനേജിംഗ് ഡയറക്ടർ ഇൻഡോ ഏഷ്യൻ ന്യൂസ്, റാണി വർഗീസ് ഇൻഡോ ഏഷ്യൻ ന്യൂസ്, അരുൺ കുമാർ റിപ്പോർട്ടർ, സ്മൃതി റിപ്പോർട്ടർ, TV സുനിൽ റിപ്പോർട്ടർ, ജിമ്മി ജെയിംസ് റിപ്പോർട്ടർ, TV പ്രസാദ് റിപ്പോർട്ടർ, SS സരൺ റിപ്പോർട്ടർ, വിനീത വേണു റിപ്പോർട്ടർ, അർജുൻ മട്ടന്നൂർ. അങ്ങനെ 16 പേർക്കാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ്. ഇത് ആദ്യപടിയാണത്. ഇത് നോട്ടീസിന് ശേഷം ഇവര് ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഇവരിതിന് ഉത്തരവാദികളാണ്. ഇവരുടെയൊക്കെ ഇനി അടുത്ത പടി എന്ന് പറയുന്നത് കോടതിയിൽ ഈ പറയുന്ന സൂട്ട് ഫയൽ ചെയ്യുക. ആ ഫയൽ ചെയ്യുന്നതോടൊപ്പം ഈ 16 പേരുടെയും സ്വത്തുവകകൾ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിന് പുറമെ ഈ 16 പേരുടെയും പേരില് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യും. കാരണം ഇത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ചാനൽ കയ്യിലുണ്ട്. എന്ത് തോന്നിയവാസവും ആരെയും ഉപദ്രവിക്കാം, എന്ത് തെറ്റിദ്ധാരണകളും പരത്താം, എന്ത് വൃത്തികേടുകളും ചെയ്യാം എന്നുള്ള ആ ധാരണ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിനുള്ള നോട്ടീസുകൾ തയ്യാറാക്കി അയച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നടപടികളിലേക്ക് പോകും. ഇതിന് പുറമെ നമ്മുടെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി, അതുപോലെ ഹോം അഫയേഴ്സ്, ഹോം ഡിപ്പാർട്ട്മെന്റ്, ഇതിനെല്ലാം ഞങ്ങൾ പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അന്വേഷണം, അതായത് ഞാൻ കൂടുതലായിട്ട് ഇതിൽ അന്വേഷിക്കുമ്പോൾ ഇതിൽ കാണുന്നത് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിന്റെയോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെയോ അനുമതി ആന്റോ അഗസ്റ്റിനോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കോ സാറ്റലൈറ്റ് ചാനൽ നടത്താനായി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത്. KJ ജോസ് സാറ്റലൈറ്റ് ചാനൽ ഡയറക്ടർ അപേക്ഷ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തള്ളി. കാരണം എന്താണെന്നറിയോ? ദേശീയ സുരക്ഷ. അപ്പോ
MHA has denied the security clearance on the grounds of national security. ആൻഡ്രൂ അഗസ്റ്റിൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ടിവിയുടെ MD എങ്ങനെയായി? അപ്പോ ഒരു ദേശീയ സുരക്ഷയുടെ ക്ലിയറൻസ്, MHAയുടെ ക്ലിയറൻസ് കിട്ടാത്ത ഒരാള് എങ്ങനെ റിപ്പോർട്ടർ ടിവിയുടെ MD ആയി? അപ്പോ ഇതിന് നിയമപരമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ പുറത്തുവിടട്ടെ, പൊതുജനങ്ങൾ അറിയട്ടെ, അല്ലെങ്കിൽ പറയട്ടെ ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന്. കേരളത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായ ഫാക്ടറി ഉണ്ട്, അദ്ദേഹത്തിന് സ്വന്തമായ രാഷ്ട്രീയ പാർട്ടിയുണ്ട് 2020. ആ 2020 ഇപ്പോൾ BJPയുടെ ഭാഗമാണ്. എവിടെയാണോ എത്തേണ്ടത് അവിടെ തന്നെ എത്തി. എന്തുകൊണ്ടാണ് അദ്ദേഹം BJPയുടെ ഭാഗമായത്? നേരത്തെ BJPയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച സാബു ജേക്കബിനെ നാം കണ്ടതാണ്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് BJPയുടെ ഭാഗമായി? ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടർ ടിവിയുടെ അന്വേഷണമാണ്. സാബു ജേക്കബിന് ED നോട്ടീസ് അയച്ചിട്ടുണ്ട്, നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചില രേഖകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വന്നത്. അത് അദ്ദേഹം നിഷേധിക്കുന്നുമില്ല. അതിനപ്പുറത്തേക്ക് കടന്ന് ആക്ഷേപകരമായ ചില പരാമർശങ്ങൾ റിപ്പോർട്ടർ ടിവിയുടെ ബന്ധപ്പെട്ടവർ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അതിനെതിരെയാണ് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്, അതിനെതിരെയാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്, അതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം. അത് അറിയിക്കാനാണ് വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനത്തിലും അദ്ദേഹത്തിന്റെ പതിവ് രീതി തന്നെയാണ് ഇന്നും കണ്ടത്, ആക്രോശിക്കുക എന്നത് തന്നെ. ഇതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്. വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത്. പതിവ് രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം. വാർത്താ സമ്മേളനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അടിസ്ഥാന സ്വഭാവം ആക്രോശമാണ് എന്ന് ഒന്നുകൂടി അദ്ദേഹം തെളിയിച്ചു എന്ന് മാത്രം.